നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്ത് മിഥില എന്നൊരു മനോഹരമായ രാജ്യം ഉണ്ടായിരുന്നു അത്രേ. അവിടുത്തെ ആളുകൾ നിറങ്ങളെയും പ്രകൃതിയെയും ആഘോഷങ്ങളെയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ദിവസം രാജാവായ ജനകൻ തൻ്റെ മകൾ സീതയുടെ വിവാഹം ശ്രീരാമനുമായി നടത്താൻ ഒരുക്കങ്ങൾ തുടങ്ങി. രാജ്യം മുഴുവൻ മനോഹരമായി അലങ്കരിക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം മിഥിലയിലെ സ്ത്രീകളോട് വീടുകളുടെയും കൊട്ടാരത്തിൻ്റെയും ചുമരുകൾ ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. അവർ പൂക്കളിൽ നിന്നും ഇലകളിൽ നിന്നും മഞ്ഞളിൽ നിന്നും അരിപ്പൊടിയിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് ദേവന്മാരുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും പൂക്കളുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മനോഹര ചിത്രങ്ങൾ വരച്ചു. വിവാഹത്തിന് എത്തിയ എല്ലാവരും ആ ചിത്രങ്ങൾ കണ്ട് അതിശയിച്ചു. കാലക്രമേണ ആ പ്രത്യേക ചിത്രരചനാ ശൈലി മധുബനി എന്ന കലാപേരിൽ പ്രശസ്തമായി. തലമുറകളായി അവിടുത്തെ അമ്മമാർ അവരുടെ മക്കൾക്ക് ഈ കല പഠിപ്പിച്ചു. മുളക്കോലുകളും ചെറിയ ചില്ലുകളും ചിലപ്പോൾ വിരലുകളും ഉപയോഗിച്ചാണ് അവർ ചിത്രങ്ങൾ വരച്ചത്. ഓരോ ചിത്രവും ഓരോ കഥ പറഞ്ഞിരുന്നു. പ്രകൃതിയുടെ കഥ, ഉത്സവങ്ങളുടെ കഥ, കുടുംബത്തിൻ്റെ കഥ, ഗ്രാമജീവിതത്തിൻ്റെ കഥ. ഈ കലയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ചിത്രത്തിലെ എല്ലാ ഭാഗങ്ങളും നിറങ്ങളും രൂപങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെടുന്നു. ഒഴിഞ്ഞ ഇടങ്ങൾ വളരെ കുറവായിരിക്കും. ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, കറുപ്പ് തുടങ്ങിയ തിളക്കമുള്ള നിറങ്ങൾ ചിത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു. ഇന്ന് മധുബനി കല ലോകമെമ്പാടും പ്രശസ്തമാണ്. ഒരു കാലത്ത് വീടുകളുടെ ചുമരുകളിൽ മാത്രം ഉണ്ടായിരുന്ന ഈ കല ഇപ്പോൾ പേപ്പറിലും തുണിയിലും ക്യാൻവാസിലുമൊക്കെ അനായാസം വരയ്ക്കപ്പെടുന്നു. ഇങ്ങനെ സീതയുടെ വിവാഹ അലങ്കാരമായി ആരംഭിച്ച മധുബനി കല ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ ജനകീയ കലാരൂപങ്ങളിൽ ഒന്നായി മാറി. കല നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു അമൂല്യ നിധിയാണ്. ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം. മധുബനിയെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മധുബനിയുടെ ഒരു കിറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യണതാണ് ഞാൻ കാണിച്ചത്. ഇന്നിപ്പോൾ ഞാനൊരു പിക്ചർ എടുത്തിട്ട് അതൊരു ചട്ടിയുടെ മേലെ വരയ്ക്കുന്നതാണ് കാണിച്ചത് കേട്ടോ. ഇതേപോലെ 2 മൺചട്ടി കിട്ടിയപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇതിലും ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാമെന്ന്. പിന്നെ കുറച്ച് ഈ അച്ചിങ്ങയില്ലേ, അച്ചിങ്ങയുടെ മേലത്തെ ഭാഗമാണ് ഈ ചട്ടിയിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അത് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒട്ടിച്ചതാണ്. എങ്ങനെയുണ്ട് ഈ ഒരു പെയിൻറ്റിങ്ങും ആർട്ടും? ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക് യു.